ജീവിതകാലം മുഴുവനും മുസ്ലിം വിദ്വേഷം പറഞ്ഞും പ്രചരിപ്പിച്ച് നടക്കുന്ന, അത് ഹൃദയത്തെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാണ്. മുൻ RSS നേതാവായിരുന്ന, പ്രവർത്തകനായിരുന്ന നാരായണേട്ടൻ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ, ഉറ്റ ബന്ധുക്കളും മിത്രങ്ങളും എല്ലാം കഴിഞ്ഞപ്പോൾ, നാരായണേട്ടൻ അവസാന ചിതയൊരുക്കിയതും ആ ചിത കൊളുത്തിയതുമെല്ലാം മുസ്ലിം ലീഗിന്റെ നേതാവായ, പൊതുപ്രവർത്തക കൂടിയായ ഇർഫാൻ ഇക്ബാലാണ്. നമുക്കൊക്കെ ഏറെ പഠിക്കാനില്ലേ? ആ മനുഷ്യന്റെ നല്ല കാലം, യുവത്വമായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. ആ യുവത്വ കാലഘട്ടത്തിൽ ആവോളം മുസ്ലിം വിദ്വേഷം ആ ഹൃദയത്തിൽ കുത്തി നിറച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വൈരാഗ്യവും വിദ്വേഷമൊക്കെ മനസ്സിലുള്ളപ്പോൾ സ്വന്തമായി ജീവിക്കാൻ മറന്നുപോകുന്ന മനുഷ്യർ, അവരെ എല്ലാ കാലത്തും എല്ലാവരും സംരക്ഷിക്കുമെന്നുള്ള ബോധത്തിലുമായിരിക്കും അവരൊക്കെ ഇങ്ങനെ മുന്നോട്ട് ജീവിക്കുന്നത്. പക്ഷേ ആരോഗ്യമെല്ലാം ക്ഷയിച്ച് രോഗാതുരനായി കഴിഞ്ഞപ്പോൾ ഈ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന മനുഷ്യരാരും അവർക്കുണ്ടായില്ല. അവസാനം ചിത ഒരുക്കിയതും ചിത കൊളുത്തിയതുമെല്ലാം പ്രിയപ്പെട്ട ഇർഫാൻ ഇക്ബാലായിരുന്നു. അതുകൊണ്ട് തന്നെ കേട്ടിരിക്കുന്ന ഹൃദയമുള്ള മനുഷ്യരോട് പറയാനുള്ളത്, ഇപ്പോൾ ഇത്രയേ ഉള്ളടോ, ഇത്രയേ ഉള്ളൂ ജീവിതം എന്ന് പറയുന്ന സാധനം. നമ്മൾ എന്ത് നേടി? നമ്മൾ ആരെങ്കിലൂടെയൊക്കെ വൈരാഗ്യ വിദ്വേഷം കൊണ്ട് നടന്ന് ജീവിതം മുഴുവനും നമ്മൾ സ്വയം ജീവിക്കാൻ മറന്നിട്ട് നമ്മളൊക്കെ എന്ത് നേടി? ഒന്നും നേടിയില്ല. നമുക്ക് ഈ ഊർജവും വളവും ഒക്കെ, വിദ്വേഷത്തിന് ഊർജവും വളവും ഒക്കെ നൽകിയ മനുഷ്യരെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടോ? എന്തായാലും ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ തിരികൊളുത്താനെങ്കിലും ചിത കൊളുത്താനെങ്കിലും ആരെങ്കിലും ഉണ്ടാവും? ഇല്ല. അപ്പോഴും നമ്മൾ ആരോടാണോ പകവെച്ചത്, ആരോടാണോ വൈരാഗ്യം ഉണ്ടായത്, എന്തിനേലും ഒരു പർദ്ദ കണ്ടവരെ നമുക്ക് അങ്ങോട്ട് ആക്രോശം മൂക്കുന്ന നമ്മൾ എതിർത്ത വിഭാഗത്തിൽപ്പെട്ട ആ വസ്ത്രം ധരിച്ചവളാണ് അവസാനം നമ്മുടെ ചിതക്ക് തീ കൊളുത്തിയെന്ന് ആലോചിക്കുമ്പോൾ മനുഷ്യരെ പലതും ജീവിതം നമ്മളെ പഠിപ്പിക്കും. ഇനി പഠിക്കാനുണ്ട്. ഈ വിദ്വേഷം മൂത്ത് നടക്കുന്ന മനുഷ്യരെ, നിങ്ങൾ ഈ ഭൂമിയിൽ സന്തോഷത്തോടു കൂടി ജീവിക്കേണ്ട നിമിഷമാണ്. നിങ്ങൾ ഏതോ ഒരു മനുഷ്യന്റെ തൊപ്പിയും, നിങ്ങൾ ഏതോ ഒരു മനുഷ്യന്റെ തലപ്പാവും, നിങ്ങൾ ഏതോ ഒരു സ്ത്രീയുടെ പർദ്ദയും കാണുമ്പോൾ നിങ്ങൾ അസ്വസ്ഥപ്പെടുന്നത്. ഞങ്ങളാരും അങ്ങനെ അസ്വസ്ഥപ്പെടാറില്ല. ഒരു ചന്ദനക്കുറി കണ്ടാലോ, എന്നാൽ ഇതിനെ കേട്ടിരിക്കുന്ന മനുഷ്യർ മനസ്സിലാക്കണം, നമുക്കൊരു ചന്ദനക്കുറി കണ്ടാലോ, നമുക്കൊരു സിന്ദൂരം കണ്ടാലോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിവിധങ്ങളായ വേഷങ്ങൾ കണ്ടാലോ ഒന്നും നമുക്ക് അസ്വസ്ഥപ്പെടാറില്ല. കാരണം അവരൊക്കെ നമ്മുടെ കൂടപ്പറപ്പിങ്ങളാണ്. അവരുമൊക്കെ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. അവരെല്ലാം ചേരുമ്പോഴാണ് നമ്മൾ ഒരു പൂങ്കാവനമായി മാറുന്നത്. ബോധ്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരുത്തന്റെ വസ്ത്രവും, മറ്റൊരുത്തന്റെ ജീവിതവും, മറ്റൊരുത്തന്റെ വിശ്വാസവും നമ്മളെ അസ്വസ്ഥപ്പെടുത്തരുത്. അങ്ങനെ അസ്വസ്ഥപ്പെട്ടാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ തന്നെ മറന്നുപോകും. അല്ലയോ മനുഷ്യരെ, നമ്മൾ ഈ ഭൂമിയിൽ ഒറ്റത്തവണ വന്നു പോകുന്നവരാണ്. ഒരു ജീവിതമേ ഈ ഭൂമിയിലുള്ളൂ. എന്താ ഇവിടെ നമുക്ക് വേണ്ടത്? മനസ്സന്തോഷം. മാനസിക സന്തോഷമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പന്നത. അതില്ലാതെ വല്ലവനോടും വൈരാഗ്യവും വിദ്വേഷം വെച്ച് വല്ല കാര്യം ഉണ്ടാകും. ഇവിടെ നന്നായിട്ട് ജീവിക്കണം. ഒരാളോടും വൈരാഗ്യം വേണ്ട, ഒരാളോടും വിദ്വേഷം വേണ്ട. എല്ലാവരും സ്നേഹിച്ചു നോക്കിയേ. ഇന്ന് എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രശ്നം എന്താ? മണ്ണിലെ ഇരുളകറ്റാൻ പരസ്പരമൊന്നു കരം പിറന്ന മണ്ണിലെ ഇരുളകറ്റാൻ പരസ്പരമൊന്നു കരം ഗ്രഹിച്ച് സൗഹൃദത്തിന്റെ വെളിച്ചമേകു നല്ലതല്ലേ. പിറന്ന മണ്ണിലെ ഇരുളകറ്റാൻ പരസ്പരമൊന്നു കരം പിറന്ന മണ്ണിലെ ഇരുളകറ്റാൻ പരസ്പരമൊന്നു കരം ഗ്രഹിച്ച് സൗഹൃദത്തിന്റെ വെളിച്ചമേകു നല്ലതല്ലേ. പിറന്ന മണ്ണിലെ ഇരുളകറ്റാൻ പരസ്പരമൊന്നു കരം പിറന്ന മണ്ണിലെ ഇരുളകറ്റാൻ പരസ്പരമൊന്നു കരം ഗ്രഹിച്ച് സൗഹൃദത്തിന്റെ വെളിച്ചമേകു നല്ലതല്ലേ. പിറന്ന മണ്ണിലെ ഇരുളകറ്റാൻ പരസ്പരമൊന്നു കരം പിറന്ന മണ്ണിലെ ഇരുളകറ്റാൻ പരസ്പരമൊന്നു കരം ഗ്രഹിച്ച് സൗഹൃദത്തിന്റെ വെളിച്ചമേകു നല്ലതല്ലേ. പിറന്ന മണ്ണിലെ ഇരുളകറ്റാൻ പരസ്പരമൊന്നു കരം
HT Gold and Diamonds, Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.